നാട്ടിലിപ്പോൾ ബീഫ് ട്രെൻഡിങ് അല്ലേ, അപ്പോൾ വിചാരിച്ചു ഒരു ബീഫ് വെറൈറ്റി ചെയ്താലോ എന്ന്. നമ്മൾ മലയാളികൾക്ക് ബീഫും പൊറോട്ടയും ഫേവറേറ്റ് ആണല്ലോ. ഏതോ സിനിമയെ പറഞ്ഞ പോലെ അതൊരു വികാരമല്ലേ. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ അപ്ഡേറ്റഡ് ആയി അല്ലേ. നാട്ടിൽ സ്മാഷ് ബർഗേഴ്സ്, സ്റ്റേക്സ്, ബ്രിസ്ക്കറ്റ് ഒക്കെ ഹിറ്റാണല്ലോ. എന്നാൽ വളരെ അണ്ടർ റേറ്റഡ് ആയ ഒരു കട്ടാണ് ബീഫ് ടങ്. അത് വെച്ചൊരു ഗ്രിൽ സ്റ്റേക്ക് എങ്ങനെ പൊളിക്കൂലേ? യെസ്, ബീഫുണ്ട്, ഇങ്ങനെയും ഐറ്റംസ് ഉണ്ട് മക്കളെ. മെക്സിക്കൻ, ഫ്രഞ്ച്, ജാപ്പനീസ്, ചൈനീസ് മിക്ക സ്ഥലത്തും ഉണ്ട്. അതും വേറെ ലെവൽ ഐറ്റംസ്. കൊള്ളാം ഐറ്റം. എന്തോ ഒരു യുണീക്ക് ഫ്ലേവറാണ്, യുനോ. ഫാറ്റി അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ടെൻഡർ ആൻഡ് സോഫ്റ്റ്, ബട്ട് നോട്ട് ലൈക്ക് മെൽറ്റ് ഇൻ മൗത്ത്. അതിന് വാഗ്യൂ ബീഫൊക്കെ വേണം. അപ്പോൾ എന്നാലും ഫ്ലേവർ വൈസ് ഇറ്റ്സ് വർത്ത് എ ട്രൈ. ഇറ്റ് ഹാസ് എ ഡീപ്പർ ഫ്ലേവർ ആൻഡ് എ നൈസ് ബൈറ്റ്, യുനോ. The meat is little heavy and it's very protein rich, you know. Pinna as a dipping it needs something sharp and spicy, like for the balance. Pinna and for pairing a cold fizzy drink or a beer would actually slap with this, you know. Appo if you like the recipe, do try. ആൻഡ് ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കട്ടെ, പോർക്ക് കഴിക്കുന്നവർ പോർക്ക് കഴിക്കട്ടെ അല്ലേ. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അത്രേ ഉള്ളൂ. പ്രകാശം പരക്കട്ടെ. ബൈ. പിന്നെ സംഭവം എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ അടുത്തുള്ള ബീഫ് കിട്ടുന്ന സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് റിയലി നൈസ്. ഗ്രില്ല് ചെയ്ത് കഴിച്ചാൽ പൊളിക്കും. ആൻഡ് യു ക്യാൻ ഈവൻ മേക്ക് ടാക്കോസ് വിത്ത് ദിസ്. കുറേ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ട്രൈ ചെയ്തത് ഗ്രില്ല് ചെയ്തുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്ര തന്നെ. ബൈ ബൈ.